നന്നായിട്ടുണ്ട്. വളരെയേറെ നമുക്ക് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ടല്ലോ എന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ടല്ലോ എന്നുള്ളതും സത്യമാണ്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അതെ, അത് കേട്ടപ്പോൾ കുറേ കൂടെ പ്രയാസമുണ്ട്. പക്ഷെ അതിനെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളതും സന്തോഷമുണ്ട്. ഇതുപോലെ എത്രയോ കാണപ്പെടാതെ കിടക്കുന്നുണ്ട്. അതിന് സമൂഹം ഒരുമിച്ച് പ്രവർത്തിച്ച് അവരെ ആക്കി എടുക്കണമെന്ന് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിന് ബോംബെ ധാരാവി എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്, കണ്ടിട്ടുണ്ട് കുറേയൊക്കെ. സത്യം പറഞ്ഞാൽ പേടി തോന്നുന്നു അവിടെയൊക്കെ ചെല്ലാൻ. ഇതുള്ള സ്ഥലമാണ്. സൂപ്പർ ഞാൻ പറഞ്ഞത് നന്നായിട്ടുണ്ട്. നല്ല ഭാവിയുണ്ട് ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടു, പക്ഷെ കണ്ടില്ല. സന്തോഷം തോന്നി. ഓക്കെ, നല്ല അഭിനയിക്കുന്നു, എല്ലാവരും നല്ല അഭിനയിക്കുന്നു. എന്താണ് സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മള് അത്ര ഒരു റിയൽ സ്റ്റോറിയാണെന്ന് കൂടെ അറിഞ്ഞപ്പോ ഫുള്ള് കഴിയുന്നു. അപ്പൊ തന്നെ കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. എല്ലാരും നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ട്. ലൈക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിലേക്ക് ഉള്ളില് ആദ്യമൊക്കെ കുറച്ച് ലാഗ് ചെയ്യുന്നു, പക്ഷെ പിന്നെ ഒന്നും പറയാനില്ല. നല്ല പടമാണ്. എന്താ പറയാ, ഇമോഷൻ, ആ കുട്ടികളുടെ അഭിനയവും അവരുടെ ആ ഒരു നല്ലൊരു കഥ പത്മകുമാർ സാറിനെ നമ്മൾ സമ്മതിച്ചിരിക്കണു. നല്ലൊരു റിയൽ സ്റ്റോറിയാണത്. അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. റോഷനായാലും പിന്നെ ശ്രുതി മേനോൻ, ഡിഫറെൻറ്റ് ഗെറ്റപ്പിലാണ്. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ റിയൽ സ്റ്റോറി. ശരിക്കും കരഞ്ഞുപോയി. അതെ. റോഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും വേറൊരു റോഷനെയാണ് കണ്ടത് ഇവിടെ. എല്ലാവരും ശ്രുതി മേനോനായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സന്തോഷമുണ്ടായിരുന്നു. നമ്മളുടെ നായിക, അവളുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. സിനിമയും അതേപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതായി. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മോള് പടം? വളരെ നല്ല മൂവിയാണ്. എന്തായാലും പോയി കാണാൻ. സിസ്റ്ററും കൂടി അഭിനയിച്ചൊരു മൂവിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കരഞ്ഞു പോകും. ഇങ്ങനെ ഇന്ന ആൾക്കാരൊന്നുമില്ല, നമ്മൾ നല്ലോണം കരയും. ഇപ്പം റിയൽ ലൈഫ് സ്റ്റോറിയും കൂടി ആയതുകൊണ്ട് ഭയങ്കര റിലേറ്റബിൾ ആണ്. അപ്പം എല്ലാവരും പോയി കാണുക എന്നുള്ളതാണ്. നല്ല മൂവിയാണ്. ഐ മീൻ പത്മകുമാർ മൂവീസ് ഡെഫിനറ്റ്ലി നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല. ആസ് യൂഷ്വൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ലൊരു സസ്പെൻസ് എലിമെൻറ്റ് കീപ്പ് ചെയ്യുന്ന, അത്യാവശ്യം നമുക്ക് ത്രൂ ഔട്ട് ദ മൂവി നമ്മളെ ഒരു ഹുക്ക് ഓണിൽ നിർത്തുന്നൊരു മൂവിയാണത്. നല്ല രീതിയിൽ എല്ലാ ക്യാരക്ടേഴ്സും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. റോഷൻ ആസ് യൂഷ്വൽ, പുള്ളിയുടെ ഒരു ചാം ഡിഫറെൻറ്റ്, പറയാതിരിക്കാൻ വയ്യ. ത്രൂ ഔട്ട് ദ മൂവി നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. ഇമോഷണൽ കണ്ടന്റ് നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം എല്ലാവരും ഇമോഷണലി ഒന്ന് എന്താ പറയുക, എല്ലാവരും ഇരുത്തുന്ന കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. ഫാമിലി എൻ്റർടൈനർ, എല്ലാവർക്കും ഡെഫിനറ്റ്ലി പോയി കാണാം. നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്, കുറേ എലിമെന്റ്സ് ഉണ്ട്. വാച്ചിങ് റിയൽ സംഭവമാണ്. യെസ്, ഒരു റിയൽ സംഭവത്തിന്റെ ഒരു റെപ്ലിക്കാണ് അവർ മൂവിയിൽ എടുത്തിരിക്കുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ആപ്റ്റ് ആണ്. എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തെയും, ഈവൻ ഇപ്പോൾ ഒരു ബോംബെയിലുള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഈവൻ തമിഴ്നാട്ടിലുള്ള ക്യാരക്ടേഴ്സ്, ഇവരാരും ഇവിടെ നിന്ന് പോയി അങ്ങനെ ചെയ്യുന്നവരല്ല. എക്സാക്ട്ലി അവിടുത്തെ ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അപ്പം നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും മൊത്തത്തിൽ. അതെ, ഭയങ്കര നല്ലൊരു ട്വിസ്റ്റ് ആണ്, നല്ലൊരു സസ്പെൻസ് ആണ്, നല്ല ഇമോഷണൽ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഓവറോൾ ഒത്തിരി എലിമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്.